ഫേസ് കണ്ടിട്ട് ആരുടെയെങ്കിലും സിമിലാരിറ്റി ഉണ്ടെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റബിൾ മഞ്ജുവിൽ തന്നെയുള്ള ആ പെൺകുട്ടിയുടെ അതായത് അവളുടെ പേര് നായികയല്ലേ? നായികയുടെ പേരിന്റെ വായിലിരിപ്പുണ്ട്, വായിൽ തുമ്പത്തിരിക്കും. സ്വാതിയുടെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ പിന്നെ സിനിമയിലാരെങ്കിലും? സിനിമയിലെ ഈ പഴയ പ്രിയങ്ക. അതെ, ഞാൻ പറയാൻ വന്ന അതാണ്. പക്ഷെ പ്രിയങ്കയ്ക്ക് ഇവിടെ താടിയിൽ ചെറിയൊരു ഇതുണ്ട്, പക്ഷേ പ്രിയങ്ക അതേ കട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ ആരെങ്കിലും ആയിട്ട് ദൃശ്യമായിട്ട് സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ദൃശ്യമായിട്ട് എന്തെങ്കിലും സാദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൃശ്യമായിട്ട് സാദൃശ്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ദൃശ്യമായിട്ട് ആരും സാദൃശ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബാക്കിയുള്ളവരുമായിട്ട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. ചോദിച്ചത് മനസ്സിലായില്ല, അതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചത് താങ്കളെ പോലെ ഇരിക്കുന്നവരാരും സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടോന്നാ ചോദിച്ചത്. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, അതുപോലെ ഇരിക്കുന്നത്. ഉമ്മ ചോദിച്ചു കേട്ടോ, അതാ പറഞ്ഞത്. ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പം നമ്മുടെ മൂവി വേൾഡ് മീഡിയ അതിന് കടപ്പെട്ടിരിക്കുന്നു. കാര്യം ഈ ഒരു ഇന്റർവ്യൂവിൽ ഒരു ഐശ്വര്യമായിട്ട് മാറട്ടെ. ഇനിയും പല ഇന്റർവ്യൂസ് എടുക്കാൻ ആൾക്കാർ വരട്ടെ കേട്ടോ. ഇതിപ്പം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സീരിയല് അടിപൊളിയായിട്ട് പോവാണ്. ഡയറക്ടർ സാറും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ഡയറക്ടറുടെ പേര് ഉണ്ണി. അപ്പം ഇതിന്റെ പ്രൊഡ്യൂസർ സൈഡ് അല്ലെങ്കിൽ കൺട്രോളർ സൈഡൊക്കെ ആരൊക്കെയാണ്? ചേട്ടാ അങ്ങനെ ചോദിക്കരുത്. ആണോ? അത് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഡയറക്ടർ മാത്രമാണ്. കുഴപ്പമില്ല. കൺട്രോളർ അദ്ദേഹത്തിന്റെ പേര് ഉണ്ണി തന്നെയാണ്, അദ്ദേഹം നമ്മുടെ ചേട്ടനാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സാർ JP സാറും, ജയപ്രകാശ് ജയകുമാർ, അദ്ദേഹമാണ് എൻ്റെ പ്രൊഡ്യൂസർ. കണ്ടാ, ഞാൻ എല്ലാം പഠിച്ചിട്ടില്ല. എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് വന്നു. അല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ അഭിനയിക്കുന്ന സമയത്തേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ഔട്ട് ആവുന്ന സമയം ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ വഴക്ക് കേട്ടിട്ടുണ്ടോ? കാര്യം നമ്മൾ ആദ്യ സമയങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇഷ്ടം പോലെ പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലല്ലേ? ഇങ്ങനെ ആക്കിയാ മതി, അപ്പോഴേ കരയും. കരയോ? ഇത് വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പം ചോദ്യങ്ങൾ നിരത്തിക്കൊണ്ട് അങ്ങനൊന്നും വേണ്ട. കാര്യം എനിക്ക് അത് ഗാഥയെ കരയിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിലെ കഥാപാത്രം കരയുന്ന കഥാപാത്രമാണോ? എപ്പോഴും ആണോ? ഇപ്പൊ ഈ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കാസ്റ്റിംഗ് കോച്ചൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ വീട്ടില് കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം. വീട്ടിൽ എന്താണ് ഇഷ്യൂ? വീട്ടില് അച്ഛന് ഇഷ്ടമാണ്, എന്നാലും സേഫ് ആണോ എന്നൊക്കെ. അച്ഛൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അമ്മ ഹൗസ് വൈഫ്. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു മോള്. അപ്പൊ കുറച്ചും കൂടെ കെയർ ആയിരിക്കും. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഡേഞ്ചർ സംഭവമൊന്നുമല്ല കേട്ടോ. നമുക്ക് എപ്പോഴും സേഫ് തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് സേഫ് തന്നെയാണ്, എല്ലാവർക്കും ഉപജീവന മാർഗമാണ്, എല്ലാവരുടെയും ഡ്രീമാണ് സിനിമ എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ എന്താണ് പിന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, എന്താണ് സേഫ് ആണെന്നൊക്കെ? അച്ഛന് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ്. കുറച്ച് പേടിയുണ്ട്, ആ ഒരു ഫീൽഡ് കുറച്ച് പേടിയുണ്ട്. കൺവിൻസ് ചെയ്തിട്ടൊക്കെ. അങ്ങനെയാണെങ്കിൽ സിനിമയും സീരിയലും ഒക്കെ പേടിക്കണ്ടേ? സിനിമയും സീരിയലും ഒക്കെ പേടിയാണ്. ഞാൻ ഒരുപാട് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ സേഫ് ആണ്, അമ്മയും കൊണ്ടാണ് പോകുന്നത്, എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ സെറ്റ് ഭയങ്കര സേഫാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെറ്റ്. അത് മാത്രമല്ല, ഈ സീരിയലും ഇപ്പോൾ വന്നപ്പോൾ മനസ്സിലായില്ലേ സേഫാന്നുള്ളത്? മനസ്സിലായി, എല്ലാം സേഫ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഹലോ എൻ്റെ സാർ, ഞാൻ ഇന്നേർ വെച്ചിട്ടുണ്ട്. അപ്പം ഡയറക്ടർ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ലെന്ന്, അതായത് സിനിമയും സീരിയലോട്ട് പറയാൻ. എന്താ ഒരു മിനിറ്റ് സാർ, അനുഷേട്ടാ വെച്ചോ അത് വെച്ചോ. എന്താ പറയുന്നത് പുള്ളി? സാർ ശരി സാർ. അതെ, അങ്ങനെ പറയാൻ പാടില്ലത്, അത് മോശമല്ലേ അങ്ങനെ പറയുന്നത്? അതന്നല്ലേ പറയാം സാർ, അതന്നല്ലേ പറഞ്ഞേ ചേട്ടാ? അയ്യോ അല്ല, അങ്ങനെ അതെന്താ അങ്ങനെ പറഞ്ഞേ പെട്ടെന്ന്? അത് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടി വിചാരിച്ചു സിനിമയിലേക്ക്, എന്ത് ചെയ്യും? അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടില്ലേ? അല്ല, പിന്നെ ദൃശ്യം അങ്ങനെ പറയാൻ പാടില്ല ദൃശ്യം. കാര്യം ഞാനുമല്ല, അതുകൊണ്ടാണ് ഞാനതുകൊണ്ടാണ് മാറ്റിയെടുക്കാൻ നോക്കിയത്. എന്നുവെച്ചാൽ അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി കോൺസിക്വൻസ് നേരിടേണ്ടി വരും, സോഷ്യൽ മീഡിയയിൽ വരേണ്ടി വരും. ഇതിപ്പോൾ ഇടുമ്പം എയറിൽ പോകും. ഞാൻ എന്ത് ചെയ്യും? അല്ല, എനിക്ക് അതാണ്, ഞാൻ ഇന്നേരെ വെച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഫോൺ ഓണാണ്, ഡയറക്ടറെ കേട്ടോണ്ടിരിക്കുക നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് നമ്മൾ ചോദിക്കുക, നിങ്ങൾ പറയാം. അപ്പം ഒന്നാമത് എക്സ്റ്റാബ്ലിഷ് ആവുന്നേ ഉള്ളൂ, വരുന്നേ ഉള്ളൂ, പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പറയുമ്പം
ഇപ്പം എന്താ ചെയ്യാൻ ചേട്ടാ? അയ്യോ എടുക്കണ്ടെന്നാ പറഞ്ഞത്. ആണോ? ആ, ഇൻ്റർവ്യൂ എടുക്കണ്ട എന്നുള്ള ഇതിൽ. പക്ഷേ എനിക്ക് സാർ ഒന്ന് എടുത്തോട്ടെ, കാര്യം പാവമല്ലേ കുട്ടി. ഓക്കെ സാർ, ഓക്കെ. ഓ, ഒരു തെറിവിളി. അയ്യോ ശേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അങ്ങനെ പറഞ്ഞുകൂടെന്ന് അറിയത്തില്ലേ? അറിയത്തില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് എനിക്ക്. ഇയാൾ പിന്നെ എന്തിനാണ് ഇരുന്നത്? ഫസ്റ്റ് ടൈം ആണ് പിന്നെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ ആദ്യം ചോദിച്ചില്ല, ഫസ്റ്റ് ടൈം ആണോ ചോദിച്ചില്ലേ? ഞാൻ പറയില്ല, ഞാൻ എത്ര ഇൻ്റർവ്യൂ എടുത്തിട്ടിരിക്കുന്ന ഒരാൾ. അപ്പോൾ എന്നോട് വന്നിരിക്കുമ്പോൾ കുറച്ച്, അല്ലെങ്കിൽ ആ വരുന്നത് പറയണ്ടേ, ഫസ്റ്റ് ടൈം ആണെന്ന് പറയണ്ടേ? അല്ല, ഇങ്ങനെ പോകാൻ എങ്ങനെ ചാൻസ് കിട്ടും പറ? ഇപ്പോൾ സിനിമയിൽ പോകണമെന്ന് പറഞ്ഞു, ഇപ്പോൾ സിനിമയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, സിനിമയിൽ പോകുന്നത് സേഫ് അല്ലെന്ന് അച്ഛനോട് ആരെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞു. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സീരിയലിലോട്ട് വന്നത്. അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഇപ്പൊ സേഫാ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ പറയുമ്പോൾ എത്ര ആൾക്കാർ തെറ്റിദ്ധരിക്കും. ബാക്കിയുള്ള പിന്നെ എന്താണ് താങ്കളുടെ പ്രായത്തിലുള്ള, ഇപ്പോൾ എത്ര വയസ്സായി? 23. അപ്പം ദൃശ്യ 23 വയസ്സുള്ള ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ വിചാരിക്കുന്നത്, ഇപ്പോൾ ദൃശ്യയുടെ വാക്ക് കേട്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലേ സിനിമ മോശമാണെന്ന്? അപ്പം ഞാൻ എത്രമാത്രം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും? സിനിമ മോശമാണെന്നല്ല ചേട്ടാ പറഞ്ഞത്. പുള്ളി എടുക്കണ്ടെന്ന് പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞത് റോങ് മെസ്സേജ് അല്ലേ ചേട്ടാ? അപ്പോൾ ബാക്കിയുള്ള വരാനിരിക്കുന്ന പെൺകുട്ടികൾ എന്ത് ചെയ്യും? അപ്പോൾ അവരൊക്കെ തെറ്റിദ്ധരിക്കത്തില്ല സിനിമയിലുള്ളവരൊക്കെ തെറ്റായിട്ടുള്ള ആൾക്കാരാണ്. സാറേ എന്തോ പറയാം സാറേ? ഇപ്പോൾ ക്യാമറ ഓണാക്കി. ഓ, എടുക്കണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് പറയുന്നത് അത് ഫസ്റ്റ് ടൈം അല്ലേ? സിനിമ പേടിയാണ് അല്ല, അപ്പോൾ അതിനർത്ഥം സിനിമയിൽ വരുന്നവരെല്ലാം മോശമെന്നല്ലേ പറയുന്നത്? അയ്യോ അങ്ങനെയല്ല. അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവർ മോശമെന്നാണോ പറയുന്നത്? അല്ല കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ കാരണം എന്താ? പറഞ്ഞത് കാരണമല്ല, ഈ അച്ഛൻ ഒറ്റ മകളല്ലേ, അപ്പൊ അതിന് എത്ര പേർക്ക് ഒറ്റ മകളുള്ളവർ അഭിനയിക്കാൻ പോകുന്നുണ്ട്? ഇല്ലേ, പോകുന്നില്ലേ? അങ്ങനെ പറയല്ലേ? ഇപ്പം അഭിനയിക്കാൻ വരുന്നവരൊക്കെ ഒറ്റ മകളായിട്ട് വരാൻ പോവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊക്കെ വിടുവോ? ചേട്ടാ വിടുവോ? ദൃശ്യം പറ, അത് വിടുവോ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അച്ഛന് മനസ്സിലായി, അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. എന്നോട് ആൻസർ ചെയ്തപ്പോൾ ഞാനൊരു പൊട്ടനായിട്ടോ മണ്ടനായിട്ടോ തോന്നിയോ? ഇല്ല. തോന്നിയോ? ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വളരെ മോശം. ഇത് എടുക്കണ്ടെന്നാ പറയുന്നത്. ഇൻ്റർവ്യൂ പുള്ളി ഇപ്പോഴും പറഞ്ഞിട്ട് എടുക്കണ്ടെന്നാ. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നിരുന്ന് എടുക്കുന്നത് അറിയാമോ? നമുക്കൊരു ആർട്ടിസ്റ്റ് കിട്ടുമ്പോൾ നമ്മളത്ര, ഞാൻ ആദ്യം പറയുന്നത് എക്സ്റ്റാബ്ലിഷ് ആവാത്ത പക്ഷേ ഞങ്ങളെല്ലാവരും ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലേ? ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു, എൻ്റെ ഒരു മാനസികാവസ്ഥ, ഞങ്ങളിതുവരെ കഴിച്ചിട്ട് പോലുമില്ല, മദ്യമല്ല, ആഹാരം കഴിച്ചിട്ട് പോലുമില്ല. അപ്പോൾ കഴിക്കാതെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ പറ? അല്ല, പറഞ്ഞു എന്തിനു വേണ്ടിയാ? പറഞ്ഞത് ശരിയാണോ? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? കണ്ണോടാ, കരയുന്ന എനിക്കിഷ്ടമല്ല. കണ്ണോടാ കരയുന്ന ഇഷ്ടമല്ല. കണ്ണ് തുടച്ചോ. ചെറിയൊരു പ്രാങ്കായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലായിരുന്നോ? അപ്പം എന്തെങ്കിലുമൊക്കെ തരണ്ടേ? സോറി കേട്ടോ. ഇതൊരു അതാ കണ്ണ് നിറഞ്ഞ ആളുടെ വേണേ തന്നെ ഇടിച്ചോ. ഇതാണ് പറഞ്ഞത്, ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലുമൊക്കെ. അയ്യോ, കരയില്ലേ. ക്യാമറ ആ ചേട്ടൻ എടുത്തോണ്ടിരിക്കുക. ഞാൻ എൻ്റെ ചെവിയിലൊക്കെ ഒന്നുമില്ല. ആ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് ചുമ്മാ അദ്ദേഹത്തിന് ഈ ക്യാമറ കൂടെ കേൾക്കാറുള്ളതാ. എന്റെ ചെവിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ചെവിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു സ്റ്റണ്ടല്ലാതെ. വിളിച്ചോണ്ടെന്നാ പയ്യൻ പറഞ്ഞു, ധൈര്യമായിട്ട് കൊടുത്തോളം പറഞ്ഞു. സോറി കേട്ടോ, സോറി ഡിയർ. ഇപ്പൊ ഇനി അടുത്ത ഇന്റർവ്യൂ വരുമ്പോഴത്തേക്കിന് കുറച്ച് സ്ട്രോങ് ആയി ബോൾഡായിട്ട് സംസാരിക്കണം കേട്ടോ. ഇനി അങ്ങനെ സംസാരിക്കണം. മോള് പറഞ്ഞ കറക്റ്റാണ്. കാരണം ചില അച്ഛന്മാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. അത് അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ കെയറിങ് ആണ് പറഞ്ഞത്. പക്ഷേ അച്ഛനോട് പറയാനായിട്ട് സേഫാണ്. നമ്മൾ എങ്ങനെയാണോ അതുപോലെ പോകും കേട്ടോ. നമ്മളെങ്ങനെയാണ് അതുപോലെ തന്നെ പോകും. അപ്പോൾ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇനി എന്താ വിശേഷം പറയാനുള്ള പറ. കുറച്ചുകൂടെ കഴിയുന്നെങ്കിൽ തീർന്നു. അല്ല, പുള്ളിക്കാരി കുറച്ച് ഭയങ്കരമായിട്ട് എന്താണ് ബ്ലഷ് ചെയ്യുന്നു, ഷിവർ ചെയ്യുന്നു, ഇങ്ങനെ വിറയ്ക്കുകയാണ് ഫുള്ളായിട്ട്, കരഞ്ഞ്. പിന്നെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലേ?